ഹലോ ഗൈസ്, വെൽക്കം ടു VG ജേണി. കാണാൻ വന്നത് പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ക്യാമറ ഓണാക്കി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. ഇന്നലത്തെ അതേ അവസ്ഥ. ചുരുക്കം പറഞ്ഞ സൂര്യോദയവും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഉറക്കവും പോയി കാര്യം ഉണ്ടായില്ല. ആ ഒരു അമർഷമാണ് അമ്മ ദേ പ്രകടിപ്പിക്കുന്നത്. സൂര്യൻ ഇന്നലെ എന്റെ കൂടെയല്ല കിടന്നത് എന്ന മട്ടിൽ അച്ഛനൊരു മറുപടി അങ്ങ് കാച്ചി. പറഞ്ഞത് കേട്ടിട്ടാണോ അറിയില്ല, പുള്ളി അതാ ആകാശത്ത് വന്ന് നിൽക്കുന്നു. ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ടില്ലേലും ഇത് വെച്ച് തൽക്കാലം സംതൃപ്തി അടഞ്ഞു. സാരല്ല, ഇനിയും വരാലോ, അടുത്ത വരവിൽ നോക്കാം. ഈ പോണ പോക്ക് എങ്ങോട്ടാന്നല്ലേ? വിവേകാനന്ദ പാറയിലേക്ക്. ഇവിടെ വരുന്നവര് ശ്രദ്ധിക്കുക, ബോട്ട് പിടിക്കല് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പുലർച്ചയ്ക്ക് വന്ന് ക്യൂ നിന്നില്ലെങ്കിൽ മിനിമം ഒരു 3-4 മണിക്കൂർ നമ്മൾ ക്യൂല് നിൽക്കേണ്ടി വരും. അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ. അവധി ദിവസമായാലും അല്ലാത്ത ദിവസമായാലും ഈ തിരക്ക് ഇവിടെ പതിവാണ്. കാരണം ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഞങ്ങൾക്കും ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ സൂര്യനെ എവിടെ കാത്തിരിക്കുന്ന നേരം കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് കാത്തിരുന്നേനെ. 2 തരം വരികൾ ഇവിടെ കാണാം. ഒന്ന് നോർമൽ ക്യൂ, ഒന്ന് സ്പെഷ്യൽ ക്യൂ. അതിൽ നോർമലിന് അവർ ഈടാക്കുന്നത് 60 രൂപയാണ്. സ്പെഷ്യലിനാണെങ്കിൽ നമ്മൾ 300 കൊടുക്കണം. ഇനിയും കുറെ സ്ഥലങ്ങൾ ബാക്കി കാണാനുള്ളതുകൊണ്ട് ഞങ്ങൾ സ്പെഷ്യൽ ക്യൂ ആണ് കേട്ടോ എടുത്തത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാനും കുറേയൊക്കെ യാത്രകൾ പോകാൻ തുടങ്ങിയത്. ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ഞങ്ങളെ ഫാമിലീനെയും കുറേയൊക്കെ ഞങ്ങൾ കൂടെ കൂട്ടാൻ ശ്രമിക്കാറുണ്ട്. അവരെ നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ വേറെ ആര് കൊണ്ടുപോകാനാ എന്നാണ് എൻ്റെ കെട്ടിയൻ്റെ ചോദ്യം. അതും ശരിയാ, എത്രയൊക്കെ ഏജ് ആയാലും യാത്ര എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇതൊന്നും വലിയ മൈൻഡ് ആക്കണ്ട. ഈ ഓടിച്ചാടി പോണതൊക്കെ വെറും പ്രഹസനം കാണിക്കാനാണ് കേട്ടോ. ഞങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാമി വിവേകാനന്ദ മെമ്മോറിയലിന് ചുറ്റുമാണ്. നല്ല വെയിലുണ്ട്, നല്ല കടൽക്കാറ്റും ഉണ്ട്. കടൽക്കാറ്റ് എപ്പോഴും വീശുന്നതിനാൽ തന്നെ ചൂടേൽക്കുകയില്ല, വേർക്കുകയില്ല. ഒരു ആകപ്പാടെ ഒരു തണുപ്പും ചൂടും മിക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആകെ മൊത്തം ഒരു പോസിറ്റീവ് വൈബാണ്. ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കുക, കടലിന്റെ സൗണ്ട്, കാറ്റ്, വെയില്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദാ വിവേകാനന്ദന്റെ പ്രതിമയും അങ്ങോട്ടേക്ക് നമുക്ക് പോകാനുള്ള ഗ്ലാസ് ബ്രിഡ്ജും കാണാം. ഗ്ലാസ് ബ്രിഡ്ജ് പോക്ക് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കണ്ണും പൂട്ടിയാണ് ഞാൻ നടന്നത്. താഴേക്ക് നോക്കുമ്പോൾ തന്നെ ഫുൾ ഓഫ് തിരമാലാസ്. അത് കാണുമ്പോൾ തന്നെ ടെൻഷനാവും. പക്ഷേ ഗൈസ്, ഒന്ന് പറയാ, എന്നെ സംബന്ധിച്ച് ഇതൊക്കെ വേറിട്ടൊരു അനുഭവം തന്നെയാണ്. പിന്നെ നമ്മളെ കൂടെ എല്ലാത്തിനും കട്ട വൈബായിട്ട് നമ്മളെ ഫാമിലിയും നല്ല എൻജോയ്മെന്റ് ഉള്ള യാത്ര തന്നെയാണ് കേട്ടോ അത്. ഞങ്ങൾ വന്നത് അവധി ദിവസം ഒന്നല്ല, പക്ഷെ ആകെ മൊത്തം നല്ല തിരക്കായിരുന്നു. ഫോറിനേഴ്സും ഒക്കെ ആയിട്ട് ജഗപുക. ഏകദേശം 1.5 മണിക്കൂർ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തിരിച്ചു പോരുമ്പോ ഏറ്റവും കൂടുതൽ മടി പിടിക്കുന്നേന്നു. അങ്ങനെ ഇതാ മനസ്സില്ലാ മനസ്സോടുകൂടി അവിടെ നിന്ന് യാത്ര തിരിച്ച്. ചായ കുടിക്കാൻ കയറിയപ്പോഴുള്ള ചെറിയ കാഴ്ചയാണിത്. ആരെ കുട്ടിയെന്ന് അറിയില്ല, എന്തായാലും കുട്ടിക്ക് അച്ഛനെ വല്ലാണ്ട് ബോധിച്ചു. കന്യാകുമാരിയിൽ നിന്ന് നേരെ തിരിച്ചത് ഇങ്ങോട്ടേക്കാണ്. ഇതാണ് അഴീക്കൽ ബീച്ച്. ഈ ബീച്ചിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു അമ്പലമുണ്ട്, ഒരു ശിവക്ഷേത്രം. അതിനോട് ചേർന്നിട്ട് തന്നെ ഈ
മനോഹരമായിട്ടുള്ള ശിവന്റെ ഒരു പ്രതിമയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ മുന്നിൽ പോയി ഞങ്ങൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് നേരെ ഇറങ്ങിയത് ബീച്ചിലേക്കാണ്. പട്ടം പരത്തിൽ എൻ്റെ കെട്ടിയൻ്റെ ഒരു വീക്ക്നെസ് ആണ്. 3 കെട്ട് നൂലെങ്കിലും തീർത്തിട്ടുണ്ടാവും മൂപ്പര്. ഒരു സൈക്കോ തന്നെയാണ്. കാരണം ആ നൂർത്തി അതേ നൂല് മടക്കി കാഞ്ഞ് അതുപോലെ കെട്ടി വെക്കും. ഏടെ ബീച്ചിൽ പോയാലും പട്ടം കണ്ടോ പിന്നെ ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ അതുമല്ലായിരിക്കും. അഴീക്കൽ ബീച്ചിൽ വന്നിട്ട് എനിക്ക് മനസ്സിലായത് ഇതൊരു സൈലന്റ് ആയിട്ടുള്ള ബീച്ചാണ്. സാധാരണ ബീച്ചിൽ കാണുന്ന ആ ഒരു തിരക്കോ ബഹളോ ഒന്നും ഞാനിവിടെ കണ്ടില്ല. ഇനി വന്ന സമയം അല്ല, ഞങ്ങൾ വന്നത് വൈകുന്നേരം തന്നെയാണ്. ഒരുവിധം തിരക്കുണ്ടാവേണ്ട സമയമാണല്ലോ. പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു. കുറെ ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട്. അവർക്ക് സ്റ്റേ ചെയ്യാനായിരിക്കും. ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ ചെറിയ ചെറിയ റിസോർട്ട്സ് ഒക്കെ കാണുന്നുണ്ട്. അഴീക്കൽ ബീച്ചിൽ നിന്ന് നേരെ തിരിച്ചെത്തിയത് കോവളം ബീച്ചിലേക്കാണ്. ഇന്നത്തെ 3ാമത്തെ കടലാണ് കേട്ടോ ഇത്. കടല് കണ്ടാ പിന്നെ ഏത് വലിയവനും ചെറിയ കുട്ടികളെ മനസ്സാണ്. അല്ല എന്നുള്ള അഭിപ്രായക്കാര് ചുരുക്കം മാത്രമേ ഉണ്ടാവൂ. അതിനുള്ള ഒരു തെളിവാണിതേ. അങ്ങോട്ട് നോക്കൂ, ആ സാരി മടക്കി വരുന്ന എന്റെ വല്യമ്മേന്റെ എൻട്രി കണ്ടില്ലേ? ചിലരൊക്കെ എത്ര ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഉള്ളിലെ കുട്ടിത്തം ഒളിപ്പിച്ചു വെക്കും. ആർക്കോ വേണ്ടി മാത്രം ഒളിപ്പിച്ചു വെക്കും. പക്ഷെ മറ്റു ചിലരാവട്ടെ ആർക്കും വേണ്ടി അത് ഒളിപ്പിക്കില്ല, അതങ്ങ് പ്രകടിപ്പിക്കും. അങ്ങനെയല്ലേ വേണ്ടത്? അപ്പൊ ഇതോടുകൂടി ട്രിവാൻഡ്രം വിശേഷങ്ങൾ കൂടി അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.